ബംഗളൂരു കനക്പുര ദേശീയപാതയിൽ ആനകൾക്കായിട്ടൊരു മേൽപ്പാലം ഒരുക്കിയിരിക്കുകയാണ്. വെറും ഒരു മേൽപ്പാലമല്ല, ഒരു കാട് തന്നെ പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമമാണ്. അതിൻ്റെ ഒരു തുടക്കമാണ്. ആ മേൽപ്പാലം തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആനകളുടെ ഒരു സ്ഥിര വഴിയായിരുന്നു അത്. ഇനി അതിലൂടെ ആനകൾക്ക് പ്രശ്നങ്ങളില്ലാതെ, അപകടങ്ങളില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയാകാം. KB ശ്രീധരനുണ്ട് ബംഗളൂരുവിൽ നിന്ന് നമുക്കൊപ്പം. ശ്രീധര, നമ്മൾ ഈ മേൽപ്പാലം നിൽക്കുമ്പോൾ ഒരു മേൽപ്പാലമല്ല, ഒരു കാട് പാലം എന്ന് പറയുന്ന പോലെയാണ് അല്ലേ? അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മാസങ്ങൾ കൂടി കഴിയുമ്പോൾ അതൊരു ചെറിയ കാടായി റോഡിന് മുകളിലുണ്ടാവും. എന്തെങ്കിലും മനോഹരമായ ഒരു കാര്യമാണ്. ആ പ്രദേശത്ത് നേരത്തെ ആനകൾ എന്തെങ്കിലും അപകടത്തിലൊക്കെ പെട്ടിട്ടുണ്ടോ? എന്നു മുതലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണമൊക്കെ ആരംഭിച്ചത്? വേറെ എവിടെയെങ്കിലും സമാനമായ രീതിയിൽ കർണാടകയിൽ വരുന്നുണ്ടോ? ദിവസേട്ട, ഈ കർണാടകയിലെ പ്രത്യേകിച്ച് ബംഗളൂരു നഗരത്തിന്റെ ചുറ്റുവട്ടം എന്ന് പറഞ്ഞാൽ ബെന്നാർഘട്ട ദേശീയോദ്യാനം ഉള്ളതാണ്. ഇവിടെ നിരവധി ആനകൾ ഉണ്ട്, ആനത്താരകളുണ്ട്. ഇങ്ങനെയുള്ള ഒരു ആനത്താരയാണ് ഈ കനക്പുര റോഡിൽ ഉള്ളത്. അതായത് നഗരത്തിൽ നിന്ന് അധികം ദൂരെയൊന്നുമല്ല, നഗരത്തിന് തൊട്ടുപുറത്ത് പ്രാന്തപ്രദേശത്ത് തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആനത്താര അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ ദേശീയപാതയിൽ കടന്നു പോകുമ്പോൾ പലപ്പോഴും ഈ വാഹനങ്ങൾ ആനയടിക്കുന്നതും ആന ചെരിയുന്നതും അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് കേടുപാട് പറ്റുന്നതൊക്കെ നിത്യസംഭവമായിരുന്നു. അങ്ങനെയാണ് ദേശീയപാത അതോറിറ്റിയും കർണാടക വനം വകുപ്പും ഇതിനൊരു പരിഹാരം വേണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. നമ്മൾ ഈ ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലൊക്കെ ദേശീയപാത നിർമ്മിക്കുമ്പോൾ ഇങ്ങനെ വന്യമൃഗങ്ങൾക്ക് പാസേജിനുള്ള സൗകര്യങ്ങളൊക്കെ വിട്ടുകൊടുത്തുകൊണ്ട് ചെയ്യുന്ന മനോഹര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഈ സമീപകാലത്തൊക്കെ കണ്ടുവരുന്നുണ്ട്. അതിന് സമാനം തന്നെയാണ് ഇപ്പോൾ ഈ ബംഗളൂരു നഗരത്തിന് തൊട്ട് തന്നെയുള്ള ഈ കനക്പുര റോഡിലെ ഈ നിർമ്മാണവും. ആ മുകൾ ഭാഗം ശ്രദ്ധിച്ചറിയാം, അത് ദേശീയപാതയ്ക്ക് മുകളിലൂടെയാണ് അത് കടന്നു പോകുന്നത്. പഴയ ആനത്താര അതായിരുന്നു. അവിടെ സ്വാഭാവികമായിട്ട് ഈ കാട്ട് വന്യ സസ്യജാലങ്ങളൊക്കെ അവിടെ വളർത്തുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെയാണ് ബെന്നാർഘട്ട ദേശീയോദ്യാനം. അതുകൊണ്ട് തന്നെ നിരവധി ആനകളൊക്കെ ഇതിലെ പാസേജ് സ്ഥിരമുള്ളതാണ്. ഇപ്പോൾ ഏതായാലും അതിലേക്ക് ആനകളൊക്കെ പോകുന്നുണ്ട് എന്നുള്ളതാണ് കർണാടക വനം വകുപ്പ് അറിയിക്കുന്നത്. ഈ പശ്ചിമഘട്ട മേഖല വളരെ ഏതാണ്ട് ഒരു 10-15 ജില്ലകളിലൂടെയെങ്കിലും പശ്ചിമഘട്ട വനമേഖല കടന്നു പോകുന്നൊരു സ്ഥലമാണ് കർണാടക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ഏതായാലും ഇപ്പോൾ ഇവിടെ പ്രാബല്യത്തിൽ വന്നു. മറ്റിടങ്ങളിലേക്ക് കൂടി ഇത് വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ദിവസേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ വാളയാറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ട്രെയിൻ പാസ് ചെയ്യുമ്പോൾ നിരവധി ആനകളെയൊക്കെ ഇടിക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ വൈകാതെ തന്നെ കേരളത്തിലും ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കാവുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ വികസിക്കുന്നതിനൊപ്പം കാട് പരിസ്ഥിതി അതിനെ നിലനിർത്തുക എന്നുള്ള ഒരു വലിയ സന്ദേശം തന്നെയാണത് നൽകുന്നത്. കർണാടകയിൽ നിലവിൽ 8 ഇടങ്ങളിൽ കൂടി ഇങ്ങനെയൊരു ആനകൾക്ക് വേണ്ടിയുള്ള ആനത്താര ഇങ്ങനെ പുതിയ രീതിയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിക്കുന്നുണ്ട്. അതിന് വലിയ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ഇപ്പോൾ കർണാടകയുടെ വനം മന്ത്രി തന്നെ ഈശ്വർ ഖാന്ദ്രെ തന്നെ വലിയ പരിസ്ഥിതിവാദിയാണ്. അദ്ദേഹം ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ ഇപ്പോൾ കൂടുതൽ വിപുലീകരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിക്കുന്നത്. കഴിഞ്ഞ BJP സർക്കാരിൻ്റെ കാലത്താണ് ഈ ആനത്താരയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചത്. അടുത്തിടെ അത് ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്തു. നിലവിലേതായാലും ഇപ്പോൾ ഈ ആനത്താര യാഥാർത്ഥ്യമായി താഴെ റോഡിലൂടെ ആളുകൾക്ക് വാഹനങ്ങൾക്ക് പോകാം, മുകളിലൂടെ വന്യമൃഗങ്ങൾക്ക് സ്വച്ഛന്തം പോകാനുള്ള സൗകര്യമുണ്ട്. വന്യമൃഗങ്ങൾ താഴേക്ക് ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേക സുരക്ഷാ വേലികളൊക്കെ ആ വശങ്ങളിൽ വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ തന്നെ വന്യമൃഗങ്ങൾ മുകളിലൂടെ കടന്നു പോകുന്നുള്ള സൗകര്യമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ശരി, എന്തായാലും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ അല്ലേ മനോഹരമായ ഒരു കാഴ്ച തന്നെ അവിടെ നമുക്ക് കിട്ടും. കാരണം ഈ പാലത്തിന് മുകളിൽ അതൊരു നല്ലൊരു വനവും കൂടി രൂപപ്പെടുമ്പോൾ അതും നമുക്ക് അന്ന് വിശേഷങ്ങളായി പറയാം.